എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എമ്പുരാൻ അടക്കമുള്ള 3 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാണല്ലോ L2 എമ്പുരാൻ. ഒരുപാട് റെക്കോർഡുകൾ ഭേദിച്ച് മുൻപോട്ട് പോകുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്നലെ വൈകിട്ടോടെ വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 9 കോടിയിലേക്ക് ചിത്രത്തിന്റെ പ്രീസെയിൽ എത്തപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇത് ഇന്ന് രാവിലെ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 10 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ 30 കോടിയിലേക്ക് എത്തപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇത് ഇന്ന് രാവിലെ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 33 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ചിത്രം 3 കോടി 11 ലക്ഷം രൂപയാണ് പ്രീസെയിൽ കളക്ഷൻ നേടിയിരിക്കുന്നത്. ആ കളക്ഷനിൽ 1 കോടി 82 ലക്ഷം രൂപയും കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും നേടിയ പ്രീസെയിൽ കളക്ഷനാണ്. ഇനി മറ്റു സംസ്ഥാനങ്ങളിലെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ അപ്ഡേറ്റുകൾ വരുമ്പോൾ പ്രേക്ഷകരെ അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. അങ്ങനെ എമ്പുരാന്റെ ഇതുവരെയുള്ള ഏറ്റവും പുതിയ വേൾഡ് വൈഡ് പ്രീസെയിൽ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം 33 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഇവരും കൂടെ തന്നെ അത് 35 കോടി 36 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ എമ്പുരാന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി. ഇനി എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന സിനിമയുടെ റിലീസ് സംബന്ധമായ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ലൂസിഫർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 3 ദിവസമായി ഇന്നലെ ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 8 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 ലക്ഷത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ഇനി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സലാർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, പ്രഭാസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 2023 ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സിനിമയാണല്ലോ സലാർ. ഇപ്പോൾ ഇത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ചിത്രം വീണ്ടും റിലീസ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ ദിന ഇന്ത്യൻ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 കോടി 24 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 2023 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ കൂടിയാണ് സലാർ. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.